നമസ്കാരം, ഫുട്ബോൾ പീരിയഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഫുട്ബോളും വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാർസലോണ ഒസസൂന മാച്ചിലെ കോൺട്രവേഴ്സി തുടങ്ങിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡോറിവേൽ ജൂനിയറിന്റെ സാക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രസീലിയൻ നാഷണൽ ടീം കോച്ചായ ഡോറിവേൽ ജൂനിയറിന്റെ സാക്ക് ന്യൂസ് പറഞ്ഞു തന്നെ തുടങ്ങാം. ആഫ്റ്റർ 16 ഗെയിംസ് ഇൻ ചാർജ് ഡോറിവേൽ ജൂനിയറിനെ നമ്മൾ നോക്കാനായിട്ടാണ് ബ്രസീൽ സാക്ക് ചെയ്തിരിക്കുകയാണ്. 7 വിജയം 7 സമനില 2 തോൽവിയാണ് നമ്മൾ നോക്കാനായിട്ട് ഡോറിവേൽ ജൂനിയറിന് അണ്ടർ ബ്രസീൽ നാഷണൽ ടീമിനുള്ളത്. 25 ഗോൾ അവർ അടിച്ചപ്പം 17 ഗോൾ അവർ കൺസീഡ് ചെയ്തു. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ നമുക്കറിയാം ഉറുഗ്വേക്ക് അഗേൻസ്റ്റ് അവർ പെനൽറ്റിയിൽ തോറ്റ് പുറത്തായിരുന്നു. അതാണ് ആളുടെ അണ്ടർ ബ്രസീൽ കളിച്ച മേജർ ടൂർണമെന്റ്. ആൻഡ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ നമ്മളിപ്പോൾ നോക്കാനായിട്ടാണ് കഴിഞ്ഞ ദിവസം അർജന്റീനയോട് 4-1 ഒരു എന്താ പറയുക ഒരു ഹ്യൂമിലേറ്റിംഗ് ഡിഫീറ്റ് തന്നെ വഴങ്ങുകയുണ്ടായി. ആ ഒരു ഡിഫീറ്റാണ് സാക്കിലേക്കുള്ള കാര്യം പെട്ടെന്നാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഡോറിവേൽ ജൂനിയർ ആൻഡ് ബ്രസീലിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു. കോപ്പ അമേരിക്കയിൽ പുള്ളി അപ്രോച്ച് ചെയ്ത രീതി, ഈവൻ ലാസ്റ്റ് അർജന്റീന മാച്ചിലാണ്, ഈവൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലാണ് അപ്രോച്ച് ചെയ്യുന്ന രീതികൾ കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ നോക്കാനായിട്ടാണ് 6 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനും ഒരു ടീമിന് പ്ലേ ഓഫും കളിച്ച് കയറാനായിട്ടുള്ള അവസരമുണ്ട്. ന്യൂ വേൾഡ് കപ്പ് ഫോർമാറ്റ് വെച്ച് അതുകൊണ്ട് തന്നെ ബ്രസീൽ സേഫ് ആണ്. പഴയ ഫോർമാറ്റ് ആണെങ്കിൽ 4 ടീമിന് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ ആസ് ഓഫ് നൗ ബ്രസീൽ ഇവൻ തോട്ട് ഡോറിവേലിനെ വെച്ച് മുന്നോട്ട് പോകാനും ക്വാളിഫൈ ചെയ്തേനെ. പക്ഷേ അണ്ടർ ഹിം ദ സ്റ്റൈൽ ഓഫ് പ്ലേ ഇഷ്യൂ ആണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോഡ്രിഗസ് തിരിച്ച് പ്രസിഡന്റായിട്ട് CBFന്റെ പ്രസിഡന്റായിട്ട് വീണ്ടും എലക്ടഡ് ആയിട്ടുണ്ട്. പുള്ളിക്ക് എതിരാളികളൊന്നും ഇല്ലായിരുന്നു. റൊണാൾഡോ എൽഫിനോമിനൊക്കെ അടുത്ത പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞ റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, ആരും എതിരെ വന്നില്ല. പുള്ളി തന്നെ റീഇലക്ടഡ് ആയി 2030 വരെ. പുള്ളി 2024 ആൻസലോട്ടിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയതാണ്. ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വീണ്ടും കാർലോ ആൻസലോട്ടിനെ സമീപിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാർലോ ആൻസലോട്ടിയാണ് ഫേവറേറ്റ്. അതുപോലെ തന്നെ ജോർജ് ജീസസ്, കറണ്ട് അൽ ഹിലാൽ പോർച്ചുഗീസ് കോച്ചായ ജോർജ് ജീസസും പ്ലാൻസിലുണ്ടെന്ന് കേൾക്കുന്നു. ജോർജ് ജീസസ് ടീം ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻസലോട്ടിയുടെ കാര്യത്തിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ റയൽ മാഡ്രിഡിൽ നിന്ന് ആൻസലോട്ടി പോകാനായിട്ടുള്ള സാധ്യത ഇപ്പം ഒരു 50-50 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാബി അലോൺസോയുടെ പേര് വളരെ സ്ട്രോങ് ആണ്. ക്ലബ് വേൾഡ് കപ്പും വരുന്നുണ്ട്. ജൂണിൽ ക്ലബ് വേൾഡ് കപ്പിൽ അൽ ഹിലാലും കളിക്കുന്നുണ്ട്, റയൽ മാഡ്രിഡും കളിക്കുന്നുണ്ട്. ജോർജ് ജീസസിന്റെ അൽ ഹിലാലും കളിക്കുന്നുണ്ട്, റയൽ മാഡ്രിഡിന്റെ ആൻസലോട്ടിയുടെ റയൽ മാഡ്രിഡും കളിക്കുന്നുണ്ട്. പ്രോബബ്ലി ജൂണിൽ പാരഗ്വേക്ക് അഗേൻസ്റ്റും അതുപോലെ തന്നെ എക്വഡോറിന് അഗേൻസ്റ്റും ആണ് ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ചുകളും വരുന്നത്. മേ ബി ഒരു ഇന്ററിം കോച്ച് ആയിരിക്കുമോ അത് ഏറ്റെടുക്കുക, ആൻസലോട്ടിയോ ജോർജ് ജീസസോ പ്രോബബ്ലി ക്ലബ് വേൾഡ് കപ്പിന് ശേഷം വരാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത്. ആൻസലോട്ടിയാണ് പ്രിഫേർഡ് ചോയ്സ്. പക്ഷെ കിട്ടാൻ എളുപ്പമായിരിക്കത്തില്ല, ജോർജ് ജീസസ് ആയിരിക്കാം കിട്ടാനായിട്ട് എളുപ്പമായിട്ടുള്ള ഒരു ചോയ്സ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ബ്രസീൽ ഇതുപോലെ 3 മാനേജേഴ്സിനെ മാറ്റിയത് 1998 വേൾഡ് കപ്പും 2002 വേൾഡ് കപ്പിനും ഇടയിൽ വെച്ചാണ്. അതായത് ഒരു വേൾഡ് കപ്പ് ഗ്യാപ്പിനിടയ്ക്ക് ഇതിനു മുമ്പ് 3 തവണ, അതായത് 4ാമത്തെ ഒരു കോച്ചാണല്ലോ ഇനി വരാൻ പോകുന്നത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആദ്യം ഒരു അണ്ടർ 21 കോച്ച് വന്നിരുന്നു ടെറ്റേക്ക് പോയതിനു ശേഷം. പിന്നീട് നമ്മൾ കണ്ടു ഡിനിസ് വരുന്ന കണ്ടു ഫ്ലൂമിനീസിയുടെ. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഡോറിവേൽ ജൂനിയർ വന്നു. ഇനി അടുത്ത 4ാമത്തെ കോച്ചാണ് വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് 4 കോച്ച് ഒരു വേൾഡ് കപ്പ് പീരീഡിനിടയിൽ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പിനിടയിൽ വന്നത് 1998 വേൾഡ് കപ്പിനും 2002 വേൾഡ് കപ്പിനും ഇടയിലാണ്. സൊലാരി ഏറ്റെടുത്തു. വേൾഡ് കപ്പിന് ഒരു വർഷം മുമ്പ് സൊലാരി ഏറ്റെടുക്കുകയും 2002 വേൾഡ് കപ്പ് ജപ്പാനിലും കൊറിയയിലുമായിട്ട് നടന്ന വേൾഡ് കപ്പ് ബ്രസീൽ അടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. ഇനി വേൾഡ് കപ്പിന് ഒരു വർഷവും കൂടാണുള്ളത്. ആൻസലോട്ടി ഏറ്റെടുക്കുമോ? ഹൂ നോസ്, എനിത്തിങ് ഈസ് പോസിബിൾ അല്ലേ. അവിടുന്ന് നമ്മൾ മറ്റ് കുറച്ച് അപ്ഡേറ്റ്സിലോട്ടെന്ന് പറയാനായിട്ടാണ് സെക്കൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്ലെറ്റംബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എക്കിറ്റിക്ക് ഹ്യൂഗോ എക്കിറ്റിക്ക് ഫ്രാങ്ക്ഫുട്ടിന്റെ ഫ്രഞ്ച് സെൻട്രൽ ഫോർവേഡ് ആണ്. പുള്ളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് സ്കൈ റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലെറ്റംബർഗ് ആ കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ്. ആസ് പെർ റിപ്പോർട്ട്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണ്. നെക്സ്റ്റ് സീസൺ മിക്കവാറും റാസ്മസ് ഹോയിലൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതിന് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് എക്കിറ്റിക്കിനെ നോക്കുന്നതെന്ന് കേൾക്കുന്നു. ഗ്യോക്കറസിന്റെ പേരും ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എക്കിറ്റിക്ക് സീരിയസ് കണ്ടന്ററായി വരികയാണ്. ആള് പ്ലെറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്കിറ്റിക്ക് 80 മില്യൺ ആയിരിക്കും ഫ്രാങ്ക്ഫുട്ട് ഡിമാൻഡ് ചെയ്യാൻ പോകുകയെന്ന്. എക്കിറ്റിക്കിനെ അവർ സെല് ചെയ്യാൻ റെഡിയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 80 മില്യൺ ഫോർ എ 22-year-old. 191 ആണ് ആളുടെ സെന്റിമീറ്റർ. ബുണ്ടസ് ലീഗയിൽ 25 കളിയിൽ നിന്ന് 13 ഗോളും 4 അസിസ്റ്റും ആണുള്ളത്. യൂറോപ്പ ലീഗിൽ 10 കളിയിൽ നിന്ന് 3 ഗോളും 3 അസിസ്റ്റും ഉണ്ട്. പക്ഷേ 80 മില്യൺ ജസ്റ്റിഫൈഡ് പ്രൈസ് ടാഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പം പ്ലെറ്റംബർഗ് ആ ഒരു രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇസാക്കിൽ സീരിയസ് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസണലിനുണ്ടെന്ന് ആളിടുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർപൂളും യുവന്റസും ഇസാക്കി ലെൻഡർ അയക്കാമെന്നും പ്ലെറ്റംബർഗ് പറയുന്നുണ്ട്. എക്കിറ്റിക്ക് വേണ്ടി സീരിയസ് കോമ്പറ്റീഷൻ ഇല്ല എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ.
മോശമല്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ ഈ ഒരു ഔട്ട്പുട്ട് തന്നെ PSG പുള്ളിയുടെ മാച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് മെസ്സി ആ സമയത്ത് കളിക്കുന്ന സമയത്ത് നമ്മൾ PSG എല്ലാ മാച്ചുകളും ഇരുന്ന് കാണുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്ത് എക്കിറ്റിക്കാനെ മിക്കപ്പോഴും ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഫ്രഞ്ച് ലീഗിലെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. പുള്ളി അത്യാവശ്യം ടെക്നിക്കലി കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ ഫിസിക്കൽ ബാറ്റ് ഈവൻ ദോ 191 സെന്റിമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രഞ്ച് ലീഗിൽ നോക്കും, ഫ്രഞ്ച് ലീഗ് നമുക്ക് അത്യാവശ്യം ഫിസിക്കലാണ് കമ്പയർ ടു ബുണ്ടസ് ലീഗ. ഫിസിക്കൽ ബാറ്റിസിലോട്ടും മറ്റുമൊക്കെ വരുമ്പോൾ ആൾ കുറച്ച് വീക്ക് ആവുന്ന പോലെ അന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ കുറച്ചുകൂടെ ഫിസിക്കലി ഡെവലപ്ഡ് ആയ പോലെ റീസെന്റ് പിക്ചേഴ്സിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ നോക്കിയിരുന്നു. അതിന് മനസ്സിലാവുന്നുണ്ട്. സോ മേ ബി പ്രീമിയർ ലീഗ് വന്ന് അഡാപ്റ്റ് ചെയ്യാം. പക്ഷേ 80 million ഫോർ സ്റ്റിൽ ആൻ അൺപ്രൂവൺ പ്ലെയർ. ഐ ഡോണ്ട് നോ. ഗ്യോക്കറസ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 70 million അവൈലബിൾ ആണെന്ന് കേൾക്കുന്നു. ഗ്യോക്കറസ് ഡീലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പം ഗ്യോക്കറസ് ഡീലിൽ എൻ്റർ ആയിട്ടുണ്ട്. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഗ്യോക്കറസിന് വേണ്ടി സീരിയസ് റൈവലായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരാൻ പോകുന്നതാണ് റീസെന്റ് റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ റൂബൻ അമോറിയം ഉണ്ട്, സ്പോർട്ടിങ്ങിന്റെ എക്സ് മാനേജർ, ഗ്യോക്കറസിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എടുത്ത കോച്ച്. സോ എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ ഗ്യോക്കറസ് ആയിരിക്കും. കാരണം എക്കിറ്റിക്ക് 80 million ആസ്കിംഗ് പ്രൈസ് ടാഗ് ടു മച്ച് ആണ്. കാരണം അത്രയും പ്രൂവൺ ചെയ്തിട്ടില്ല. ഇവൻ ലാസ്റ്റ് സീസണിലാണ് ആളങ്ങോട്ട് പോകുന്നത്. ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും 13 ഗോളും 3 അസിസ്റ്റും മോശമല്ല ലീഗിൽ 25 ഗെയിമിൽ. പക്ഷേ ബുണ്ടസ് ലീഗ ആ ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയറിന് 80 million റൈറ്റ് നോ ഇസ് ടു മച്ച് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 80 million മൈറ്റ് ബി ടു മച്ച്. മേ ബി നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ ആക്കി സൈൻ ചെയ്യുവാണ്, ഇറ്റ് വിൽ ബി എ ഗുഡ് ഡീൽ. ബട്ട് 80 million ഐ തിങ്ക് ഫ്രാങ്ക്ഫുട്ടിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ. ഫ്രാങ്ക്ഫുട്ടിന്റെ മേൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളെ ഊറ്റിയിട്ടുള്ള ഒരു ക്ലബ്ബോടാണ് ഫ്രാങ്ക്ഫുട്ടിൽ നിന്ന് പല പ്ലേയേഴ്സും പോയതിനു ശേഷം, ഇതിനു മുമ്പ് പല സ്ട്രൈക്കേഴ്സും ഫ്രാങ്ക്ഫുട്ടിൽ നിന്ന് മാറിയതിന് ശേഷമുള്ള ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം, പറയേണ്ട ആവശ്യമില്ലായിരിക്കും. സോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അവിടുന്ന് നമ്മൾ നേരെ ബാർസലോണയുടെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ബാർസലോണ വേഴ്സസ് ഒസസൂന മാച്ച് ഇപ്പം റീപ്ലേ ചെയ്യേണ്ട വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒസസൂണയ്ക്ക് 3 പോയിന്റ്സും കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നേക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ. സോ നിങ്ങളിപ്പം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഫാബ്രീസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒസസൂന നമ്മൾ ലാസ്റ്റ് മാച്ചിന് ശേഷം മാച്ച് റിവ്യൂ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഒസസൂന ബാർസലോണയ്ക്ക് അഗെയിൻസ്റ്റ് ഒഫീഷ്യലി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. സോ മറ്റൊന്നുമല്ല, ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്കിൽ നിന്ന് ഇഞ്ചറി കാരണം പിന്മാറിയ ഒരു പ്ലെയറിനെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞേ കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു റൂൾ ലലീഗയിലുണ്ട്. എനിക്കറിയത്തില്ല ഇതെന്താ ഈ റൂളിൻ്റെ ഒക്കെ ഇതെന്താണെന്ന്. കാരണം അതായത് ഒഫീഷ്യലി എന്താ പറയുക മാച്ച് കഴിഞ്ഞത്, അതായത് സ്പെയിൻ്റെ മാച്ച് കഴിഞ്ഞത് സൺഡേ ആണ്. സോ സൺഡേയിലാണ് സ്പെയിൻ്റെ മാച്ച് കഴിയുന്നത്. ഇനിഗോ മാർട്ടിനസ് പ്രൈമറി സ്ക്വാഡിലുണ്ടായിരുന്നു, ലൂസ് ഡി ലോഫൻഡൽസ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ പരിക്ക് കാരണം പിന്മാറും. സോ സൺഡേ മാച്ച് കഴിഞ്ഞു. സോ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സോ 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ സ്പെയിൻ്റെ മാച്ച് കഴിഞ്ഞിട്ട്. സോ ഫ്രൈഡേ നൈറ്റ് ആയിരുന്നു മാച്ച് എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് തേഴ്സ്ഡേ നൈറ്റ് ആയിരുന്നു മാച്ച്. സോ 4 ദിവസമേ കഴിഞ്ഞുള്ളൂ, 5 ദിവസം കഴിഞ്ഞില്ല. സോ ലലീഗയുടെ റൂൾ പ്രകാരം 5 ഒഫീഷ്യൽ ഡേയ്സ് കഴിയാതെ, അതായത് സ്പെയിൻ അവസാനം കളിച്ച ടൈം വെച്ച് 5 ദിവസം 24 × 5 120 hours 120 മണിക്കൂർ കഴിയാതെ നമ്മൾ നോക്കാനായിട്ടാണ് ഇനിഗോ മാർട്ടിനസിന് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റൂൾ ലലീഗയിലുണ്ട്, ആൾ ഇഞ്ചുറി കാരണം പിന്മാറിയെന്ന് പറഞ്ഞു. സോ അതിന് വയലേറ്റ് ചെയ്തു. പുള്ളി 96 hours കഴിഞ്ഞ് തന്നെ കളിച്ചു എന്ന് പറഞ്ഞു ഒസസൂന ഒഫീഷ്യലി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ലലീഗ അതിനുമേൽ എന്താ പറയുക ഇപ്പം ആക്ഷൻസ് എടുക്കാം, അഥവാ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർസലോണ അവരുടെ കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ഇത് പറയുന്നത് ഇത് എന്താ പറയുക മാറ്റി വെച്ച ഒരു മാച്ചാണ്. സോ ഞങ്ങൾക്ക് നേരത്തെ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ ഇനിഗോയുടെ ഇഞ്ചറിയിലും എന്തോ ഇതൊക്കെ, അതായത് ഇനിഗോയുടെ ലെവൽ ഓഫ് ഇഞ്ചറി അഥവാ എന്തൊക്കെയോ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ബാർസലോണ ഫയൽ ചെയ്യും. അതായത് ഇഞ്ചറി ലിസ്റ്റും അതും ഇതും ഒക്കെ വെച്ചും എന്തോ എക്സംഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഇതിൽ കേൾക്കുന്നു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. ഇപ്പം ലലീഗ ബാർസലോണയുടെ ചൊറിയാൻ കിട്ടിയ അവസരമാണ്. സോ മിക്കവാറും ഒന്നെങ്കിൽ റീമാച്ചോ അല്ലെങ്കിൽ 3 പോയിന്റ്സോ ബാർസയുടെ കയ്യിൽ നിന്നോ അടുത്ത് ഒസസൂനയ്ക്ക് കൊടുക്കാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം അറിയാലോ ടെബാസ് എങ്ങനെ പണിയണമെന്ന് നോക്കി നടക്കുവാണ്. സോ എനിത്തിങ് ഈസ് പോസിബിൾ. മിക്കവാറും കേൾക്കുന്ന റിപ്പോർട്ട് പ്രകാരം വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒരു റീമാച്ച് കളിക്കേണ്ട വന്നേക്കാം. 3 പോയിന്റ്സ് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്, അവർക്ക് കൊടുക്കാൻ സാധ്യത പാടായിരിക്കും. മിക്കവാറും ഒരു റീമാച്ചിനുള്ള സാധ്യത തള്ളിക്കളയണ്ട. പക്ഷേ ബാർസലോണയുടെ അപ്പീലോ അഥവാ ബാർസലോണ കൊടുക്കുന്ന ഡോക്യുമെന്റ്സോ വാലിഡ് പോയിന്റ്സോ ആണെങ്കിൽ 3 പോയിന്റ്സോ ആയിട്ട് തന്നെ പോവാം. സോ മേ ബി ചിലപ്പോൾ ഒരു ഫൈൻ ആയിരിക്കാം. എനിത്തിങ് ഈസ് പോസിബിൾ എന്ന് കേൾക്കുന്നു. ഇത് ബാർസലോണ വിൽ ടേക്ക് ദ ഫൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റീമാച്ചൊക്കെ ഇപ്പം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ഒസസൂന അതുമായിട്ട് മുന്നോട്ട് പോകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. എന്തായാലും ഈ റൂളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, റൂൾ ഈസ് എ റൂൾ. ഒസസൂനയ്ക്ക് അതിനുമേൽ അപ്പീൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അവർ ചെയ്യട്ടെ. എന്താണ് ഫൈനൽ ഡിസിഷൻ എന്ന് നമുക്ക് നോക്കാം. സോ പിന്നെ മാർസയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയുക പോൾ പോഗ്ബ ഡീലിൽ
തൽക്കാലം എൻ്റർ ആവത്തില്ല. ഞങ്ങൾ റിവ്യൂ ചെയ്തിരുന്നു പോൾ പോഗ്ബയുടെ കാര്യം. പക്ഷേ ഇപ്പം എന്നാ പറയുക, ഒരു മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പ്ലെയർ വന്നിട്ട് ടീമിലായിട്ട് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതും സീസണിൻ്റെ ഈ ഒരു സമയത്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടീമിൻ്റെ മൊറാലിറ്റി അഥവാ ടീമിൻ്റെ ഓവറോൾ ട്രെയിനിങ്ങിനെ സിറ്റുവേഷനെയൊക്കെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആസ് ഓഫ് നൗ മാർച്ച് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നിൽപ്പുണ്ട്. സോ അവരുടെ ടീമിനെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ പോൾ പോഗ്ബനെ സൈൻ ചെയ്യുന്നില്ല. ബിക്കോസ് ടീമിൻ്റെ ഓവറോൾ തിങ്ങിനെ ബാധിക്കാതിരിക്കാൻ എന്നുള്ളൊരു ഒഫീഷ്യൽ ഡിസിഷൻ എടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പോൾ പോഗ്ബ ടു മാർച്ച് ഈസ് നോട്ട് ഹാപ്പനിങ്. ഇപ്പം ഈ റൈറ്റ് നോ ആൾ ഫ്രീ ഏജന്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാം. നെക്സ്റ്റ് സമ്മറിന് മേ ബി പോസിബിൾ ആകും, ബട്ട് ഇപ്പം പോസിബിൾ അല്ല. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. മറ്റ് കുറേ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കഷൻ നടത്താം. സോ ഒരു ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും വേൾഡ് ക്ലബ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ റൂമറുകൾ പലതും കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ വൈകിട്ട് വരുന്നതായിരിക്കും. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.